കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള വലിയ ഉത്തരവാദിത്തം പ്രഹ്ലാദ് ജോഷിക്ക് മുന്നിലുണ്ട്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള വ്യവസ്ഥകൾ കർശനമാക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമ ഭേദഗതി അടുത്തയാഴ്ച തന്നെ പാർലമെന്റിൽ പാസ്സാക്കാനാണ് സർക്കാരിന്റെ നീക്കം. അപ്രതീക്ഷിതമായ തിരിച്ചടി കേന്ദ്രം ഇനി എങ്ങനെ മറികടക്കുമെന്നതാണ് ചോദ്യം. കെ സജീഷ് ചേരുന്നു. സജീഷ്, ചെറിയ പ്രശ്നമല്ല നേരിട്ടത്, അത്ര വലിയ സമ്മർദ്ദമായിരുന്നു കേന്ദ്ര സർക്കാരിനുണ്ടായത്. പ്രഹ്ലാദ് ജോഷി അധികാരം ഏറ്റിരിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രിയായി. പക്ഷെ അതുകൊണ്ട് തീരില്ല കാര്യങ്ങൾ. ഈ പറഞ്ഞതുപോലെ പാർലമെന്റിൽ പ്രതിപക്ഷം വീണ്ടും പ്രതിഷേധവുമായി എത്തുകയാണ്. അതോടൊപ്പം പരീക്ഷാ നടത്തിപ്പിന്റെ സുപ്രീം കോടതി ഉൾപ്പെടെ നേരിട്ട് മേൽനോട്ടം നിരീക്ഷണം ഒക്കെ ശക്തമാക്കാനും പോകുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യം, ജൻസികൾ ഒക്കെ ഉറ്റുനോക്കുകയും ചെയ്യുകയാണ്. വിനീത, തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് സമീപകാലത്ത് ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ വെല്ലുവിളി ഉയർത്തിയ ഒരു വിഷയമാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വലിയ തോതിലുള്ള സമരവും അതിന് ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും ഉണ്ടാക്കിയത്. ഇനിയും പ്രശ്നങ്ങൾ ബാക്കിയാണ്. അത് വെല്ലുവിളിയായി കേന്ദ്രത്തിനും BJPക്കും മുന്നിൽ ഉണ്ടെന്നാണ്. പുതിയ വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഏറ്റവും വലിയൊരു ആയുധമായിട്ട് BJP മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അദ്ദേഹം വളരെ ക്ലീൻ ഇമേജുള്ള ഒരു മന്ത്രിയാണ്. മാത്രമല്ല ഈ സമരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ സമരത്തിൻ്റെ ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന ഉൾപ്പെടെ കാര്യങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ച ഒരാൾ കൂടിയാണ് പ്രഹ്ലാദ് ജോഷി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മന്ത്രിപദം ഈ പുതിയ വെല്ലുവിളി മറികടക്കാൻ സഹായിക്കുമെന്നാണ് BJP കരുതുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആയുധം അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട പോംവഴിയായി BJP കാണുന്നത് പുതിയ വിദ്യാഭ്യാസ ഭേദഗതി ബില്ലാണ്. പബ്ലിക് എക്സാമിനേഷൻ ഭേദഗതി ബില്ലിൽ ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട ചോർച്ചയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്കുള്ള കടുത്ത ശിക്ഷ വിഭാവനം ചെയ്യുന്നുണ്ട്. നിലവിൽ 2024 നിയമപ്രകാരമാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ 3 വർഷവും കൂടിയ ശിക്ഷ 5 വർഷമാണ്. ഇത് കൂട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല സംഘടിതമായ പരീക്ഷാ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ കടുത്തതാക്കി മാറ്റിയിട്ടുണ്ട്. 7 വർഷം വരെ കുറഞ്ഞ ശിക്ഷ ലഭിക്കുകയും ഏതാണ്ട് 10 കോടി രൂപ പിഴയും ലഭിക്കുന്ന രീതിയിലാണ് ഈ ശിക്ഷ കർശനമാക്കിയിട്ടുള്ളത്. അങ്ങനെ വലിയ തോതിൽ ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള നിയമം കർക്കശമാക്കുകയും ഇതിൻ്റെ അന്വേഷണം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുകയും ഇതിനുവേണ്ടി പ്രത്യേക കോടതികൾ എല്ലാ സംസ്ഥാനങ്ങളിലും രൂപീകരിക്കുന്നതുൾപ്പെടെ വളരെ കർക്കശമായ നിയമ ഭേദഗതിയുണ്ട്. ഇത്തരം പ്രതിഷേധങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരം പ്രതിഷേധങ്ങളുടെ മൂർച്ച കുറയ്ക്കാൻ ഈ നിയമ ഭേദഗതിയിലൂടെ കഴിയും എന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നാളെ തന്നെ പാർലമെന്റ് സമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കാനാണ് കേന്ദ്രം തുനിഞ്ഞിറങ്ങുന്നത്. ശരി, കെ സജീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.